രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നാളെ. വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ചേലക്കര, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിലും അവസാനവട്ട കണക്കുകൂട്ടലിലാണ് മുന്നണികൾ. രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങി മിനിറ്റുകൾക്കുള്ളിൽ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. ഭരണവിരുദ്ധ വികാരങ്ങളും രാഷ്ട്രീയ വിവാദങ്ങളും തങ്ങൾക്ക് അനുകൂലമാകും എന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. 3 മണ്ഡലങ്ങളിലും ജയിക്കാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. ചേലക്കര നിലനിർത്തുന്നതിനൊപ്പം പാലക്കാടും വയനാടും മുന്നേറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുമുന്നണി. പാലക്കാടും ചേലക്കരയും വയനാടും മികച്ച മുന്നേറ്റം നടത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലം ആർക്കൊപ്പം എന്നറിയാൻ ഒരു ദിവസം ബാക്കി. വിശദാംശങ്ങളുമായി അരുൺ വിൻസൻ ചേരുകയാണ്. വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടെണ്ണലിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. വയനാട്ടിലെ 3 നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ കൽപ്പറ്റ SKMJ സ്കൂളിലും, കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിലെ വോട്ടുകൾ കൂടത്തായി സെന്റ് മേരീസ് LP സ്കൂളിലും, ഏറനാട്, വണ്ടൂർ, നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടുകൾ അമൽ കോളേജ് മൈലമ്പാടി സ്കിൽ ഡെവലപ്മെന്റ് ബിൽഡിംഗിലുമാണ് എണ്ണുക. തപാൽ വോട്ടുകളെല്ലാം കൽപ്പറ്റ SKMJ സ്കൂളിലെ താൽക്കാലിക കെട്ടിടത്തിലുമാണ് എണ്ണുക. വോട്ടെണ്ണലിന്റെ ഭാഗമായി നിയോഗിക്കപ്പെട്ട നിരീക്ഷകരും ജില്ലയിൽ ഇന്നലെ തന്നെ എത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പിന്റെ ഫലങ്ങൾ അപ്പോൾ തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിപുലമായ സംവിധാനമാണ് ഇക്കുറിയും ഇലക്ഷൻ കമ്മീഷൻ ഒരുക്കിയിട്ടുള്ളത്. ഇത്തവണത്തെ ഉപതെരഞ്ഞെടുപ്പിൽ 64.54% വോട്ടായിരുന്നു രേഖപ്പെടുത്തിയത്. എന്നാൽ പോളിംഗ് ശതമാനം കുത്തനെ കുറഞ്ഞത് മുന്നണികൾക്കിടയിൽ ചൂടേറിയ ചർച്ചയ്ക്കും വേദിയായിരുന്നു. എന്നാൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് ആർക്ക് ഗുണകരമായെന്ന കാര്യം നാളെ മാത്രമേ വ്യക്തമാകൂ. ജില്ലാ ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ DR മേഘശ്രീയുടെ നേതൃത്വത്തിലാണ് കൽപ്പറ്റ SKMJ സ്കൂളിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാക്കുന്നത്. ശക്തമായ ത്രികോണ മത്സരം നടന്ന പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഫലം പ്രവചനാതീതമാണ്. പാലക്കാട് നിന്നും ശ്രീകുമാർ ചേരുന്നു. മാസങ്ങളുടെ കാത്തിരിപ്പിന് നാളെ വിരാമം ആവുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ നാളെ രാവിലെ 8 മണിക്ക് പാലക്കാട് വിക്ടോറിയ കോളേജിൽ ആരംഭിക്കും. 184 ബൂത്തുകളിലെ വോട്ടുകളാണ് എണ്ണാനുള്ളത്. ഹോം വോട്ടുകളും തപാൽ വോട്ടുകളുമാണ് ആദ്യം എണ്ണുന്നത്. തുടർന്ന് മെഷീനുകൾ എണ്ണിത്തുടങ്ങും. ഇതിനായി 14 ടേബിളുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 13 റൗണ്ടുകളാണ് മൊത്തം എണ്ണാനുള്ളത്. ഏതാണ്ട് 9 മണിയോടെ തന്നെ ആദ്യ ഫലങ്ങൾ പുറത്തു വരുമെന്നാണ് സൂചന. 11:30 പൂർണ്ണഫലം പ്രഖ്യാപിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വിവാദങ്ങൾ കൊണ്ട് ശ്രദ്ധേയമായ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനത്തിലെ കൂട്ടിക്കിഴിക്കലുകളിലാണ് 3 മുന്നണികളും. എല്ലാ മുന്നണികളും ഒരുപോലെ തന്നെ വിജയം അവകാശപ്പെടുന്നുമുണ്ട്. നാളെ 11 മണിയോടെ ഏതായാലും പൂർണ്ണമായ ഒരു ചിത്രം വ്യക്തമാകും. വാശിയേറിയ മത്സരം നടന്ന ചേലക്കര നിയമസഭാ മണ്ഡലത്തിൽ നിന്നും അവസാനവട്ട കണക്കുകൂട്ടലുകളിലാണ് മുന്നണികൾ. വിവരങ്ങൾ നൽകുന്നു ഭരിത പ്രതാപ്. ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വോട്ടെണ്ണൽ നാളെയാണ് നടക്കാനിരിക്കുന്നത്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ കേന്ദ്രമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഇവിടെ എല്ലാവിധ സജ്ജീകരണങ്ങളും സുരക്ഷാ സംവിധാനവും എല്ലാം തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. അതുപോലെ തന്നെ സർവേ ഡെപ്യൂട്ടി ഡയറക്ടറും അതുപോലെ തന്നെ പോലീസ് മേധാവിയും ജില്ലാ ഭരണകൂടവും ബന്ധപ്പെട്ട വകുപ്പ് മേധാവികളും എല്ലാവരും സംയുക്തമായി പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് ലഭിച്ചിരിക്കുന്നത്. ചേലക്കര നിയമസഭാ മണ്ഡലത്തിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് പ്രത്യേകം ഒരു നിരീക്ഷകനെ കൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ചിട്ടുണ്ട്. നാളെ രാവിലെ കൃത്യം 8 മണിയോടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യം പോസ്റ്റൽ ബാലറ്റുകളാണ് എണ്ണിത്തുടങ്ങുക. പോസ്റ്റൽ ബാലറ്റ് എണ്ണുന്നതിന് 4 ടേബിളും ETPBMSന് 1 ടേബിളും EVM വോട്ടുകൾ എണ്ണുന്നതിന് 14 ടേബിളും ഉൾപ്പെടെ ആകെ 19 ടേബിളുകളാണ് ഇതുവരെ തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാ ടേബിളുകളിലും സഹവരണാധികാരിയുടെ നിയന്ത്രണവും ഉണ്ടായിരിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞതായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ജില്ലാ കളക്ടർ. ഒപ്പം തന്നെ നാളെ വോട്ടെണ്ണൽ കേന്ദ്രമായ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെയും എല്ലാ കോലാഹലങ്ങളെല്ലാം അവസാനിച്ച് ഇനി അടിയൊഴുക്ക് ആർക്കൊപ്പമാണെന്ന് അറിയാനുള്ള ഒരു കാത്തിരിപ്പിലാണ് ചേലക്കര. ചേലക്കരയുടെ മണ്ഡല ചരിത്രത്തിൽ തന്നെ പരിശോധിക്കുമ്പോൾ ഇത്രയേറെ പ്രചാരണം നടത്തിയ മറ്റൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ശ്രദ്ധേയമാണ്. ചേലക്കരയുടെ പൾസ് അറിഞ്ഞുകൊണ്ടുള്ള തന്ത്രങ്ങൾ തന്നെയായിരുന്നു ഓരോ ഉപതെരഞ്ഞെടുപ്പിലും ഇവിടെ നടന്നിട്ടുള്ളത്. ഈ വിജയം ഉറപ്പെന്ന് എല്ലാ മുന്നണികളും പറയുമ്പോഴും ഭൂരിപക്ഷം ആർക്കൊപ്പം എന്നുള്ളത് ഇപ്പോഴും ചോദ്യചിഹ്നം തന്നെയാണ്. എന്തായാലും നമുക്ക് അവസാന നിമിഷം വരെ കാത്തിരിക്കാം ഈ ചേലക്കര ഇത്തവണ ആർക്കൊപ്പം വിധിയെഴുതും എന്നുള്ളത് അറിയുന്നതിനായി. ഹിമ. ശരി ഭരിത. മഹാരാഷ്ട്ര, ഝാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഫലം നാളെ രാവിലെ 8-ന് വോട്ടെണ്ണൽ ആരംഭിക്കും. 10 മണിയോടെ ആദ്യ ഫലസൂചന ലഭ്യമാകും. മഹാരാഷ്ട്രയിൽ 288 നിയമസഭാ മണ്ഡലങ്ങളിലും ഝാർഖണ്ഡിൽ 81 മണ്ഡലങ്ങളിലുമാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. വിവിധ സംസ്ഥാനങ്ങളിലായി ഉപതെരഞ്ഞെടുപ്പ് നടന്ന 48 നിയമസഭാ മണ്ഡലങ്ങളിലെ ഫലവും നാളെ അറിയാം. ജനവിധി തങ്ങൾക്ക് അനുകൂലമാകുമെന്ന പ്രതീക്ഷയിലാണ് BJPയും INDI സഖ്യവും. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്.